1970 മെയ് മാസം സ്വീഡനിലെ ഒരു ശാന്തമായ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു സാധാരണ കുടുംബം. ഒരു ദിവസം വൈകുന്നേരം അവർ വീടിനുള്ളിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഹാളിലെ മേശയിലേക്ക് ഒരു കല്ല് വന്നു പതിച്ചത്. ആദ്യം ആരോ പുറത്തുനിന്ന് എറിഞ്ഞതാണെന്ന് കരുതി അവർ ജനലിലൂടെ നോക്കി. എന്നാൽ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം പൂട്ടിയിട്ട ജനലിലൂടെയും അടച്ചിട്ട വാതിലിലൂടെയും കല്ലുകൾ വീടിനുള്ളിലേക്ക് ഒന്നൊന്നായി പറന്നു വരാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ജനൽ ചില്ലുകൾ തകരാതെ തന്നെ ആ കല്ലുകൾ മുറിക്കുള്ളിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. എവിടെ നിന്നാണ് ഈ കല്ലുകൾ വന്നത്? ആരാണിത് എറിയുന്നത്? കുടുംബം ഭയന്ന് പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തി വീടിനു ചുറ്റും കാവല് നിന്നു. പക്ഷെ പോലീസുകാരുടെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ചും കല്ലുകൾ മുറിക്കുള്ളിലെ വായുവിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ കല്ലുകൾ വായുവിൽ ഉയർന്ന വേഗതയിലല്ല സഞ്ചരിച്ചിരുന്നത്. പകരം ആരോ പതുക്കെ കൈകൊണ്ട് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ വായുവിൽ സാവധാനം ഒഴുകി വന്ന് നിലത്ത് വീഴുകയായിരുന്നു. പക്ഷേ ആ കല്ലുകളിൽ തൊട്ട പോലീസുകാർ ഞെട്ടിപ്പോയി. അവ സാധാരണ കല്ലുകളായിരുന്നില്ല. കത്തി ജ്വലിക്കുന്ന ചൂടുള്ള തൊട്ടാൽ പൊള്ളുന്ന തരം കല്ലുകളായിരുന്നു അവ. സംഭവം രൂക്ഷമായതോടെ പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞരും ഫോറൻസിക് വിദഗ്ധരും അവിടെ എത്തി. അവർ വീടും പരിസരവും അത്യാധുനിക ക്യാമറകളും സെൻസറുകളും വെച്ച് നിരീക്ഷിച്ചു. ക്യാമറകൾ ഓൺ ചെയ്തു വെച്ചിരുന്നെങ്കിലും കല്ലുകൾ വായുവിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നിമിഷങ്ങൾ മാത്രം ക്യാമറകളിൽ വ്യക്തമല്ലായിരുന്നു. കല്ലുകളിൽ വിരലടയാളങ്ങളോ മറ്റേതെങ്കിലും രാസവസ്തുക്കളോ അംശമോ ഉണ്ടായിരുന്നില്ല. ഭൗതിക ശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ച് ഒരു വസ്തുവിന് അടച്ചിട്ട ഒരു ഭിത്തിയിലൂടെയോ ചില്ലിലൂടെയോ കേടുപാടുകൾ വരുത്താതെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നാൽ ഈ കല്ലുകൾ ആ തത്വങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ദിവസങ്ങളോളം ആ വീട്ടിൽ വീണുകൊണ്ടേയിരുന്നു. ശാസ്ത്രലോകം ഇതിന് പ്രധാന 2 തിയറികളാണ് മുന്നോട്ട് വെച്ചത്. ടെലിപോർട്ടേഷൻ അഥവാ ഭൂമിയിലെ ഏതോ ഒരിടത്തു നിന്നും കല്ലുകൾ ദ്രവ്യരൂപം മാറി മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. രണ്ടാമത്തേത് പോൾട്ടർഗീസ്റ്റ് അഥവാ മനഃശക്തി കൊണ്ടോ അദൃശ്യ ഊർജം കൊണ്ടോ വസ്തുക്കൾ ചലിപ്പിക്കുന്ന പ്രതിഭാസം. ആ വീട്ടിലെ ഒരു പെൺകുട്ടി മാനസിക സമ്മർദ്ദത്തിലായിരുന്ന സമയത്താണ് ഇത് കൂടുതൽ നടന്നത് എന്നതുകൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിൽ നിന്ന് പുറത്തു വന്ന അസാധാരണമായ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാകാം ഇതെന്നും ചിലർ വാദിച്ചു. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഈ കല്ലേറ് തനിയെ നിലച്ചു. തീച്ചൂടുള്ള ആ കല്ലുകൾ ശരിക്കും എവിടെ നിന്നാണ് വന്നത്? ശാസ്ത്രം ഇന്നും ഉത്തരം കണ്ടെത്താത്ത ടെലിപോർട്ടേഷനോ അതോ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തിയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തൂ.